ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ പങ്കുണി ഉത്രം, അതായത് മീനമാസത്തിലെ ഉത്രം നക്ഷത്ര ദിവസം. മീനമാസത്തിലെ പൗർണമി തിഥിയും ഉത്രം നക്ഷത്രവും ചേർന്ന് വരുന്ന ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് പലർക്കും അറിഞ്ഞു കാണും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ പറയാം. സാക്ഷാൽ ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസമായും ശ്രീരാമഭഗവാനും സീതാദേവിയും വിവാഹം കഴിച്ച ദിവസമായും, അതുമാത്രമല്ല നമ്മുടെ മുരുക ഭഗവാന്റെയും ദേവയാനി അമ്മയുടെയും വിവാഹം കഴിഞ്ഞ ദിവസമായും, നമ്മുടെ ബ്രഹ്മദേവൻ സരസ്വതി ദേവിയെ തൻ്റെ നാവിലെടുത്തു വെച്ച ദിവസമായും, അതുമാത്രമല്ല നമ്മുടെ സാക്ഷാൽ എമ്പെരുമാൻ ശ്രീനിവാസൻ തൻ്റെ വലതുഭാഗത്തെ ഹൃദയത്തിൽ മഹാലക്ഷ്മിയെ കുടിയിരുത്തിയ ദിവസമായും പറയപ്പെടുന്ന ഒരു അത്ഭുത ദിവസമാണ് നാളെ. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് സാധാരണ പോലുള്ള ഓരോ വിശേഷ ദിവസങ്ങളല്ല, എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം. ദേവലോകത്തും ഭൂമിയിലും സാക്ഷാൽ ശിവഭഗവാന്റെ മുതൽക്ക് എല്ലാ ദൈവങ്ങളും, ദേവാദിദേവന്മാർ മുഴുവൻ എല്ലാവരും ഈ ദിവസം ദൈവങ്ങളെ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഈ ദിവസത്തിൽ നമ്മൾ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്താണ് ഫലം ലഭിക്കുന്നത്? അതായത് എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞ ദിവസമാണ് എന്ന് പറഞ്ഞു. നമ്മളിൽ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മക്കൾക്ക് ശരിയായ രീതിയിലുള്ള വരനോ വധുവോ ലഭിക്കാതെ വളരെയധികം വിഷമിക്കുന്നവർ. ഇനി അഥവാ കല്യാണം കഴിഞ്ഞു പോയി, പക്ഷേ അവർക്ക് ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, വേർപിരിയാനിലെ ഒരു വക്കിലാണ് നിൽക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. മക്കൾക്കൊരു സങ്കടം വരുന്ന സമയത്ത് നമ്മൾ പേരൻസിന് താങ്ങുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെയാണ് വിവാഹം. ഒരുപാട് ആലോചനകൾ വന്നുപോയി, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. എത്ര തന്നെ ശ്രമിച്ചു നോക്കിയിട്ടും ഒന്നും ശരിയായി കിട്ടുന്നില്ല. എന്ത് ദോഷമാണ് എന്നറിയില്ല. എല്ലാ പരിഹാരങ്ങളും ചെയ്തു നോക്കി, ക്ഷേത്ര ദർശനങ്ങൾ നടത്തി നോക്കി, പൂജകൾ ചെയ്തു നോക്കി, എന്നിട്ടും യാതൊരു വിധത്തിലുള്ള ഫലവും ഇല്ല എന്ന് പറയുന്നവർ തീർച്ചയായും നാളെ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. മക്കൾക്ക് വേണ്ടിയാണ് അമ്മമാർ പ്രാർത്ഥിക്കാമോ? ധാരാളം നമുക്കത് ചെയ്യാം. അതുപോലെ തന്നെ സഹോദരന് വേണ്ടി അല്ലെങ്കിൽ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാം. ഇങ്ങനെ നമ്മൾ ആർക്കു വേണ്ടി വേണമെങ്കിലും നാളെ മുരുക ഭഗവാന്റെ മുൻപിൽ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തു വന്നാൽ നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് അടുത്ത പങ്കുണി ഉത്രമാകുമ്പോഴേക്കും നിറവേറി കിട്ടുമെന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. എല്ലാ ദൈവങ്ങൾക്കും അനുയോജ്യമായ ദിവസമാണ് ഇത്. പക്ഷെ എന്തുകൊണ്ടാണ് മുരുക ഭഗവാന് വ്രതമനുഷ്ഠിക്കുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാകും. അതിൻ്റെ ഉത്തരം ഞാൻ ഇവിടെ പറയാം. നാളെ ഒറ്റ ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് വഴിപാടുകൾ നടത്താൻ ആഗ്രഹമുണ്ട്, ചെയ്യാൻ സാധിക്കും എന്നുള്ളവർക്ക് ധാരാളം അത് ചെയ്യാവുന്നതാണ്. പക്ഷേ പലർക്കും ഇട ദിവസമാണ്, ബുധനാഴ്ച ദിവസമാണ്, നമ്മുടെ ഏപ്രിൽ 1-ാം തീയതിയാണ്, ഇങ്ങനെ പല ദിവസങ്ങൾ ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ എല്ലാ ദേവദേവന്മാരെയും എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് സംശയമുണ്ടാകും. അതിനുവേണ്ടി ഒരു ദൈവത്തെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട്, അതായത് മുരുക ഭഗവാന്റെയും ദേവയാനി അമ്മയുടെയും വിവാഹം കഴിഞ്ഞ ദിവസം കൂടിയാണല്ലോ. തിരുപ്പരംകുன்றത്തിലാണ് ദേവയാനി അമ്മയ്ക്കും മുരുക ഭഗവാനും വിവാഹം കഴിഞ്ഞത് അല്ലേ. ആ ഒരു ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് നാളെ തിരുക്കല്യാണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മുരുകക്ഷേത്രങ്ങളിൽ തിരുക്കല്യാണം നടക്കുന്നുണ്ട്, ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുരുക ഭഗവാനെ നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല, മുരുക എന്ന് വിളിച്ചാൽ എല്ലാവരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. മുരുക എന്നാൽ മു എന്നാൽ മുകുന്ദനും, രു എന്നാൽ രുദ്രനും, ഖ എന്നാൽ ബ്രഹ്മദേവനുമാണ് എന്ന് നമ്മൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചാൽ സാക്ഷാൽ എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് മുരുക ഭഗവാന് നാളെ ഒരുപാട് പേർ പാൽക്കാവടിയെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്, വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പാദയാത്ര പോയി ഭഗവാനെ ദർശനം ചെയ്തു വരുന്നവർ ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം പലർക്കും അറിഞ്ഞ ഒരു കാര്യമാണ്. എങ്കിലും നാളെ നമ്മൾ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ പറയാം. ഇന്ന് ഉച്ച മുതൽക്ക് തന്നെ നമുക്ക് ശുദ്ധമായ, അതായത് നോൺ വെജ് ഒന്നും കഴിക്കാതെ വെജിറ്റേറിയൻ കഴിച്ച് ശുദ്ധമായി ഇരിക്കുവാനായിട്ട് ശ്രമിക്കാം. കാരണം നമ്മുടെ ഉത്രം നക്ഷത്രം തുടങ്ങുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ്, 3 മണിക്ക് ശേഷമാണ് തുടങ്ങുന്നത്. പക്ഷേ പൗർണമി തിഥിയോടുകൂടി വരുന്ന ഒരു ദിവസത്തിലാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള കാരണം കൊണ്ടാണ് നാളെ വൈകുന്നേരം 4:30 വരെ സമയമുണ്ട്. ആ സമയം വരയ്ക്കും നമുക്ക് പൗർണമി തിഥിയും ചേർന്ന് വരുന്നത് കൊണ്ടാണ് നാളെ ആയിട്ട് നമ്മൾ പങ്കുണി ഉത്രം ആഘോഷിക്കുന്നത്.
ഇനി നാളെ എങ്ങനെ വ്രതമനുഷ്ഠിക്കാം? ഞാൻ എപ്പോഴും പറയും, അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് വേണം നമ്മൾ ഏതൊരു വ്രതവും അനുഷ്ഠിക്കാനായിട്ട്. 6 ദിവസത്തെ വ്രതം എടുക്കാതെ ഞാൻ വിട്ടുപോയി എന്ന് പറയുന്നവർക്ക് എല്ലാ വ്രതങ്ങളും ഒരു ദിവസം തന്നെയാണ് കണക്ക് പറഞ്ഞിരിക്കുന്നത്. അതായത് വ്രത ദിവസവും അതിൻ്റെ മുന്നിലത്തെ ദിവസവും നമ്മൾ കണക്കിലെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ 6 ദിവസം എന്നെല്ലാം ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ കാണുവാൻ വേണ്ടി, അതായത് പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മനതൃപ്തിക്ക് വേണ്ടി എടുക്കുന്നതാണ് ഒഴികെ ഒരൊറ്റ ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചാൽ മാത്രം മതി. ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനുവേണ്ടി രാവിലെ നേരത്തെ ഉണർന്നെഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിക്കാം. നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ വളരെ ഉത്തമം. നെയ്ദീപം തെളിയിക്കാം. അതുപോലെ തന്നെ വേൽ വെച്ച് വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ വേൽ അഭിഷേകം ചെയ്യാം. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർച്ചയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നാളെ അന്നദാനം കൊടുക്കാം. ഇതെല്ലാം തന്നെ സെക്കൻഡറി ആയിട്ട് പറയുന്ന കാര്യമാണ്. പക്ഷെ നാളെ രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ ഒരു നെയ്ദീപം തെളിയിക്കുക. ചുവന്ന അരളിപ്പൂക്കൾ കൊണ്ട് ഭഗവാന് അലങ്കാരം ചെയ്ത് ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് ഭഗവാന്റെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ നെയ്ദീപത്തിന് മുൻപിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥന എന്താണോ അത് ഭഗവാനോട് നമുക്ക് പറയാം. പറയുന്നതിന് മുന്നേ നമ്മുടെ ദൈവത്തെയും ഇഷ്ടദൈവത്തെയും പ്രാർത്ഥിക്കുക. വിനായക ഭഗവാന്റെ ഓം ഗം ഗണപതിയെ നമഃ എന്നുള്ള മന്ത്രം ജപിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് മുരുക ഭഗവാനോട് നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ അത് പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നാളെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് വൈകുന്നേരം പൂജ കഴിയുന്നത് വരെയും വിശപ്പ് താങ്ങാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നമുക്ക് ഈ വ്രതം തുടരാവുന്നതാണ്. ഇനി അഥവാ നമുക്ക് ഒന്നും കഴിക്കാതിരുന്നാൽ ശരിയാവില്ല, എൻ്റെ ആരോഗ്യസ്ഥിതി ശരിയല്ല എന്ന് പറയുന്നവർ പഴവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാം. പഴവർഗ്ഗങ്ങൾ മാത്രം, അരിയാഹാരം ഒന്നും കഴിക്കരുത്. പിന്നീട് ഇനി അതും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരം ഉച്ച സമയത്തോ അല്ലെങ്കിൽ നമുക്ക് രാവിലെ ആണെങ്കിൽ നമുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്തെങ്കിലും ലിമിറ്റായിട്ട്, നമ്മൾ വയറ് ഫുള്ളായിട്ട് കഴിക്കരുത്, ലിമിറ്റായിട്ട് കഴിക്കാം. ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് മാത്രമാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. പക്ഷേ നിങ്ങൾ നാളെ മുഴുവനും വെള്ളം മാത്രം കുടിച്ചിരിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് അത്യുത്തമം തന്നെയാണ്. അങ്ങനെ നമ്മൾ രാവിലെ ദീപമെല്ലാം തെളിയിച്ച് നമ്മുടെ പ്രാർത്ഥന ഭഗവാന്റെ മുൻപിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി വൈകുന്നേരം എന്താണ് ചെയ്യേണ്ടത്? വൈകുന്നേരം 6 മണിക്ക് ശേഷം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നമ്മളെക്കൊണ്ട് എങ്ങനെയെല്ലാം അലങ്കാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ അതുപോലെയെല്ലാം അലങ്കാരം ചെയ്തു വെക്കുക. നെയ്ദീപം തെളിയിച്ചു വെക്കുക. തേനും തിനമാവും കിട്ടുകയാണെങ്കിൽ അത് ഭഗവാന്റെ മുൻപിൽ നൈവേദ്യമായിട്ട് കൊടുക്കാം. ഇനി അത് പറ്റില്ലാത്തവർക്ക് പഴവർഗ്ഗങ്ങൾ കൊടുക്കാം. ചുവന്ന അരളിപ്പൂക്കൾ, മുല്ലപ്പൂ എന്നിവയെല്ലാം കൊണ്ട് അലങ്കാരം ചെയ്യാം. കാരണം നാളെ ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നമ്മുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു ദിവസമാണ്. അതുകൊണ്ടെല്ലാം നമ്മൾ അലങ്കാരം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാളെ ഭഗവാന്റെ തിരുമുന്നിലിരുന്നു കൊണ്ട് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ഒരു അരമണിക്കൂർ നല്ല മനസ്സോടുകൂടി നമ്മുടെ മനസ്സിലെ ചിന്തകൾ എവിടെയും ചിതറാതെ നമ്മൾ ഇരുന്ന് ഓം ശരവണ ഭവായ നമഃ, ഓം ശരവണ ഭവായ നമഃ, ഓം ശരവണ ഭവായ നമഃ എന്നുള്ള മന്ത്രം ജപിച്ചു കൊണ്ടേയിരിക്കാം. അരമണിക്കൂറെല്ലാം എന്നെക്കൊണ്ട് ജപിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് ശ്രദ്ധ എവിടെയും പോകാതെ ഭഗവാനെ മാത്രം വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന തുടരാവുന്നതാണ്. നാളെ അതുപോലെ തന്നെ നമുക്ക് എഴുതി വയ്ക്കാവുന്നതാണ്. ഓം ശരവണ ഭവായ നമഃ എന്നുള്ളത് നമുക്ക് 108 പ്രാവശ്യമോ 1008 പ്രാവശ്യമോ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതിയും വയ്ക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ഞാനിവിടെ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലുക. ഓം മുരുക, ഗുരുമുരുക, അരുൾമുരുക, ആനന്ദമുരുക, ശിവശക്തി ബാലകനെ, ഷൺമുഖനെ, ഷടാക്ഷരനെ, എൻ വാക്കിലും നിனைവിലും നിன்று കാക്ക, ഓം ഐം ഹ്രീം വേൽ കാക്ക സ്വാഹ. വീണ്ടും പറയാം. ഓം മുരുക, ഗുരുമുരുക, അരുൾമുരുക, ആനന്ദമുരുക, ശിവശക്തി ബാലകനെ, ഷൺമുഖനെ, ഷടാക്ഷരനെ, എൻ വാക്കിലും നിனைവിലും നിன்று കാക്ക, ഓം ഐം ഹ്രീം വേൽ കാക്ക സ്വാഹ. ഈ മന്ത്രം നേരത്തെ തന്നെ ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞതാണ്. എങ്കിലും നാളെ ഈ മന്ത്രം 6 തവണ നമുക്ക് ജപിക്കാം. ഇനി നിങ്ങൾക്ക് സ്കന്ദഷഷ്ടി കവചം, സ്കന്ദഗുരു കവചം, അതുപോലെ തന്നെ കന്ദർ അലങ്കാരം, കന്ദർ അനുഭൂതി, തിരുപ്പുകൾ, വേൽമാറൽ എന്നിവയിൽ ഏത് നാളെ ചൊല്ലാൻ സാധിക്കും
സാധിച്ചാലും വിട്ടുകളയെല്ലാം നമുക്ക് ചൊല്ലാം. നമ്മുടെ തിരുപ്പുകൾ നമുക്ക് ജപിക്കാം. അറിയുന്നവർക്കായിട്ട് അറിയാത്തവർ ചൊല്ലിയാൽ മാത്രമേ ഓം ശരവണഭവായ നമഃ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം എന്ന് പറയുന്നത് അഗസ്ത്യ മഹർഷി ശിവശക്തി ബാലകനെ ഷൺമുഖനെ ഷടാക്ഷരനെ വാക്കിലും നിലവിലും മന്ത്രമാക്കാവോ. കാരണം അത്രയും സൂക്ഷ്മ രഹസ്യം നിറഞ്ഞ ഈ മന്ത്രം അഗസ്ത്യ മഹർഷി ഈ മന്ത്രം ഞാൻ പറയുന്ന സമയത്ത് ചൊല്ലിയ മന്ത്രമാണ് എന്നാണ് പറയുന്നത്. ആ ഒരു മന്ത്രം നമ്മൾ ജപിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. ഇത് നാളെ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നമുക്ക് ജപിക്കാവുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഇത്. ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുരുക ഭഗവാന്റെ ക്ഷേത്രം ഉണ്ടാവില്ലേ, അവിടെയുള്ള മുരുക ഭഗവാനെയും നമുക്ക് ചേർത്തും. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഓം മുരുക, ഗുരുമുരുക, അരുൾ മുരുക, ആനന്ദ മുരുക, ശിവശക്തി ബാലകനെ, ഷൺമുഖനെ, ഷടാക്ഷരനെ, മരുതാചലനെ, തിരുച്ചെന്തൂർ ആണ്ടവനെ, ഇരപ്പയ്ക്കൽ മുരുകനെ, എൻ വാക്കിലും നിലവിലും നിன்ற കാക്ക ഓം ഐമുറിയും വേൽക്കാക്ക സ്വാഹ. ഇങ്ങനെയാണ് ഞാൻ ചൊല്ലുന്നത്. അതായത് എനിക്ക് തിരുച്ചെന്തൂർ മുരുകനെയും അതുപോലെ തന്നെ മരുതമറിയിലെ മരുതാചലനെയും നമ്മുടെ കുലദൈവമായ ഇരപ്പയ്ക്കൽ മുരുകനെയുമാണ് എനിക്ക് ഏറ്റവും പ്രിയം. ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്നത് അവരെയാണ്. അപ്പോൾ അവരെയും ചേർത്താണ് ഞാൻ ഈ മന്ത്രം ജപിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ജപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ചൊല്ലാവുന്നതാണ്. ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ എഴുതി കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. എങ്ങനെ ജപിച്ചാലും മുരുക എന്ന് നിങ്ങൾ ഉരുകി വിളിച്ചാൽ നിങ്ങൾ എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് അടുത്ത വർഷം പങ്കുണി ഉത്രത്തിനുള്ളിൽ നമ്മുടെ മുൻപിലേക്ക് എത്തിച്ചു തരും സാക്ഷാൽ നമ്മുടെ മുരുക ഭഗവാൻ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം ദീപധൂപ ആരാധനകളെല്ലാം കാണിച്ച് ഭഗവാന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന നൈവേദ്യം എടുത്ത് നമുക്ക് ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഇനി അഥവാ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവിടെ കിട്ടുന്ന പ്രസാദം കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. പലർക്കും പല സാഹചര്യങ്ങൾ കൊണ്ടും വ്രതം എടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകും. ഒരിക്കലും നമ്മൾ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. ഈ വർഷമില്ലെങ്കിൽ അടുത്ത വർഷം ഭഗവാൻ നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് മുരുക 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 എന്ന് ഉരുകി 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 നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ വ്രതം അനുഷ്ഠിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഫലം നിങ്ങളെ തേടി വരും. അത്രയും നമ്മൾ ഒരു തവണ മുരുക എന്ന് വിളിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ മുൻപിൽ വേലോ മയിലോ അതും അല്ലെങ്കിൽ മയിലിൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ നമുക്ക് മുരുക ഭഗവാന്റെ ഏതെങ്കിലും പാട്ടോ പടമോ എന്തെങ്കിലും ഭഗവാൻ ഒരു വഴിയായിട്ട് കാണിച്ചു തരും, ഒരു വഴി തുണയായിട്ട് കാണിച്ചു തരും. അങ്ങനെയുള്ള ഭഗവാനെ ഉരുകി വിളിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന കണ്ടില്ല എന്ന് ഭഗവാൻ എങ്ങനെ സാധിക്കും? അതും പ്രത്യേകിച്ച് നാളെ സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു ദിവസം, അതായത് കല്യാണ കോലത്തിൽ നിൽക്കുന്ന ഭഗവാനോട് ഏത് കാര്യം ചോദിച്ചാലും ഭഗവാൻ സാധിപ്പിച്ചു തരും. അത് എല്ലാ ദൈവങ്ങൾക്കുമുള്ളൊരു പ്രത്യേകതയാണ്. കാരണം ആ ഒരു ദിവസം മാത്രം നമുക്ക് ആരും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരു സന്തോഷമുണ്ടാകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ദിവസം എന്ന് പറയുമ്പോൾ അതിന് ശേഷമുള്ള ജീവിതം വേറെ. പക്ഷെ ആ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ആരെന്തു പറഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെടാത്തവർ വന്ന് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും നമ്മളത് സമ്മതിക്കുക. ആ ശരി ചെയ്യാം മോനെ, അതെടുത്ത് തരുമോ, ചെയ്തു തരാം മോളെ, അങ്ങനെ ചെയ്യുമോ, ചെയ്യാം എന്ന് നമ്മൾ പറയും. കാരണം എന്താണ്? ആ ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നവർ നമ്മളായിരിക്കും. അങ്ങനെ നിൽക്കുന്ന വധൂവരന്മാർ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഈ ഒരു ദിവസത്തിൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ എന്താണോ അത് ഭഗവാനോട് ചോദിക്കുന്ന സമയത്ത് ദേവി അവരോട് പറയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കൂ എന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണെങ്കിലും, സാമ്പത്തികപരമായിട്ടാണെങ്കിലും, ആരോഗ്യപരമായിട്ടാണെങ്കിലും, മാനസികപരമായിട്ടാണെങ്കിലും, വിവാഹ തടസ്സങ്ങളാണെങ്കിലും, ജീവിതത്തിൽ തൊട്ടതെല്ലാം തടസ്സങ്ങളാണ്, നഷ്ടങ്ങളാണ് എന്ന് പറയുന്നവരാണെങ്കിലും ഈ ഒരു വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് നോക്കൂ. നിങ്ങൾ ഉറപ്പായും അടുത്ത ഉത്രത്തിനുള്ളിൽ തന്നെ, അതായത് അടുത്ത പങ്കിട ഉത്രത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഭഗവാൻ നിറവേറ്റി തന്നു എന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.